സംവിധായകനും നടനുമായ എം.എ. നിഷാദ്, ഉർവശി, സുരേഷ് ഗോപി അടക്കമുള്ള മലയാളത്തിലെ മുൻനിര താരങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നു. ലേഡി സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ ആർക്കാണെന്ന് നോക്കേണ്ടതില്ലെന്നും നല്ല നടി ആരാണെന്ന് നോക്കിയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. പാർവതി തിരുവോത്ത് പാവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാളത്തിലെ ഏറ്റവും നല്ല നടി ഉർവശിയാണ്. അഭിനേത്രി എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായ കാര്യങ്ങളല്ല. ഉർവശിയെ വെല്ലാൻ ഒരു നടിയും ഉണ്ടായിട്ടില്ല. ഉർവശിക്ക് താഴെയുള്ള ശോഭനയും മഞ്ജു വാര്യരും രേവതിയും പാർവതി തിരുവോത്തുമെല്ലാം. ഉർവശി എന്നാൽ ഉർവശി തന്നാണ്. എല്ലാ വാദങ്ങൾക്കും ചെണ്ടയ്ക്ക് താഴെയാണെന്ന് പല വേദികളും പരസ്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അഭിനേത്രി എന്ന നിലയിൽ ഉർവശിയോളം പോകുന്ന ഒരു നടിയെ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ടാഗിനെ കുറിച്ച് പറയുമ്പോൾ വാണി വിശ്വനാഥ് ആക്ഷൻ സൂപ്പർ സ്റ്റാർ അല്ലേ? സൂപ്പർ സ്റ്റാറിനെ നോക്കിയതല്ല. മികച്ച നടി ആരാന്ന് നോക്കിയാൽ മതി. മഞ്ജു വാര്യരും ഒരുപാട് നല്ല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ആർട്ടിസ്റ്റുമാണ്. അതിൽ സംശയമില്ല. പാൻ ഇന്ത്യൻ ആക്ടറായി മാറിയതുമില്ലേ. പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ ആരെന്ന തർക്കത്തിൽ ആവശ്യമില്ല. ഉർവശിയാണ് മികച്ച നടി എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് എനിക്ക്. നല്ല കലാകാരന്മാരെ അംഗീകരിക്കുക, ബഹുമാനിക്കുക എന്നതല്ലേ ഉള്ളൂ. ഇർഫാൻ ഖാന്റെ കൂടെ അഭിനയിക്കാൻ പാർവതിക്ക് കഴിഞ്ഞില്ലേ? അതൊരു ഭാഗ്യമല്ലേ? പാർവതി ഞാൻ ക്ലോസായി വാച്ച് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അവർ പാവമാണ്. ഇരുവശങ്ങളും ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് കസബയ്ക്കെതിരെ പാർവതിയെക്കൊണ്ട് പറയിപ്പിച്ചാണ് ഇതെല്ലാം. അവർ നല്ല പിള്ള ചമഞ്ഞു. അതുപോലെ തിലകൻ ചേട്ടന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങൾക്കും പ്രതികരിക്കുമായിരുന്നു. കലാകാരന്മാരെ വിലക്കുന്നത് ശരിയായ രീതിയല്ലെന്ന അഭിപ്രായമാണ് എനിക്ക്. എന്താണെന്ന് അങ്ങനെ ചോദിച്ചാൽ എല്ലാം തെറ്റാണ്.